ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പ്രതികളുടെ ജാമ്യം റദ്ദാക്കാനുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുകയാണ്. പ്രതികൾ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഒപ്പിടാനെത്തിയപ്പോൾ സ്റ്റേഷനിലെ ഓണാഘോഷത്തിൽ പങ്കെടുത്തത് വലിയ വിവാദമായിരുന്നു. ഇതിന് പിന്നാലെയാണ് നടപടി. സ്റ്റേഷന് മുന്നിലെ ഊഞ്ഞാലിൽ ആടുകയും പൂക്കളത്തിന് സമീപം നിന്ന് വീഡിയോ ചിത്രീകരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. സംഭവത്തിൽ പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നതിൽ ആഭ്യന്തര വകുപ്പും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഡാൻ കുര്യനാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഡാൻ, ഗുഡ് മോർണിംഗ്. തിരുവനന്തപുരത്തെ എക്കാലത്തെയും വിവാദ നായകനാണ് CPM നേതാവായ IP ബിനു. പാളയം ഏരിയ കമ്മിറ്റി അംഗം എന്നതിനപ്പുറം വിവിധ കേസുകളിൽ ഇദ്ദേഹം പ്രതിയാണ്. ബിനു അടക്കമുള്ളവർ തിരുവനന്തപുരത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പോലീസ് സ്റ്റേഷനിലെ ഓണാഘോഷത്തിൽ പങ്കെടുക്കുന്നത് എത്ര വലിയ സുരക്ഷാ വീഴ്ചയായാണ് നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നത്? ഇന്നലെയാണ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഓണാഘോഷ പരിപാടികൾ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ ചേർന്ന് നടത്തിയത്. അതിനിടയിലാണ് ED ആക്രമണ കേസിലെ പ്രതികളായ IP ബിനു, ആറ്റുകാൽ ഉണ്ണി തുടങ്ങിയവർ അവിടെ ഒപ്പിടാനായി സ്റ്റേഷനിലെത്തിയത്. ഒപ്പിട്ട് മടങ്ങുന്നതിനിടയിൽ മ്യൂസിയം പോലീസ് സ്റ്റേഷന് പുറത്ത് തയ്യാറാക്കിയിരുന്ന ഊഞ്ഞാലിൽ ബിനു ഉൾപ്പെടെയുള്ളവർ ഊഞ്ഞാലാടുകയും അതോടൊപ്പം പൂക്കളത്തിന് സമീപം നിന്ന് റീൽസ് എടുക്കുകയും ചെയ്തതോടെയാണ് സംഭവം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത്. ഇത് വിവാദമായതിന് പിന്നാലെയാണ് ആഭ്യന്തര വകുപ്പ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്താനുള്ള പരിശോധന ആരംഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം പ്രതികൾ നടത്തിയത് ജാമ്യ വ്യവസ്ഥയുടെ ലംഘനമാണോ എന്ന് നിയമവിദഗ്ധരുമായി ആലോചിച്ച് അവരുടെ ജാമ്യം റദ്ദാക്കാനുള്ള നടപടികളിലേക്ക് കൂടി ഉള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് പോലീസ് ഇപ്പോൾ അറിയിക്കുന്നത്. എന്തായാലും പ്രാഥമികമായി പോലീസിന് ഇതിൽ വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. കാരണം സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ നോക്കി നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഈ കേസിലെ പ്രതികൾക്ക് സ്റ്റേഷന് മുമ്പിൽ കെട്ടിയ ഊഞ്ഞാലിൽ ഇങ്ങനെ ആടാൻ കഴിയുന്നത് എന്നൊരു ചോദ്യമാണ് സേനയ്ക്കുള്ളിൽ നിന്ന് തന്നെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥ തലത്തിൽ അന്വേഷണത്തിനൊടുവിൽ ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ശരി, ഡാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു വിവാദമാണ് ഇപ്പോൾ ഇതിനെ ചൊല്ലി രൂപപ്പെട്ടിട്ടുള്ളത്. തുടർ നടപടികൾ എന്തൊക്കെയായിരിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.